ഒരച്ഛൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അത്രത്തോളം ഗതികെട്ടിട്ടാണ്. കഴിഞ്ഞ 41 ദിവസവും അദ്ദേഹം പറഞ്ഞ പോലെ ആയിരുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞിരുന്ന പ്രതികരണം പോലെയല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. വെട്ടിത്തുറന്ന് പറയുകയാണ് തൻ്റെ മകൻ്റെ മരണത്തിന് പിന്നിലെ കാരണക്കാർ ആരൊക്കെയാണ്, അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല, മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് ഒരു പിതാവിന് പറയേണ്ടി വരും. നേരത്തെ നമ്മൾ സംസാരിച്ചു വെച്ചത് തന്നെയാണ്. അന്ന് ക്ലിപ്പ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പുറത്തേക്ക് ഇറങ്ങിയ ജയപ്രകാശിൻ്റെ വാക്കുകളിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ മുഖത്തത് കാണാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പരിശോധിക്കാമെന്ന് പോലും പറയാതെ അന്വേഷണം നടത്താമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, തനിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ചതി അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെയാണ് CBI അന്വേഷണത്തിലേക്ക് പോകാതിരുന്നത്, എന്തൊക്കെയാണ് അവിടെ പറ്റിപ്പോയത്, ഒപ്പം ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണത്തിൽ പറ്റിയ വീഴ്ചകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഇങ്ങനെ വാർത്തകളായി വരികയായിരുന്നു. അതൊക്കെ ഓർത്തെടുത്താണ് പിതാവിൻ്റെ ഇന്നത്തെ ആ ഒരു പ്രതികരണം. പക്ഷേ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. കാരണം ഈ മരണം നടന്ന് സംഭവിച്ചതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒക്കെ തന്നെ വലിയ രീതിയിൽ കേരളമെമ്പാടും വലിയ പ്രതിഷേധം ഉയരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ കാണുന്നതിലേക്ക് വേണ്ടി കുടുംബത്തിന് അവസരം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തൻ്റെ മകൻ്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നീതി തനിക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നതും മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങുന്നതിന് അപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടുകൂടി തന്നെ തനിക്ക് നീതി ലഭിക്കുമെന്ന ഒരു ആത്മവിശ്വാസത്തോടെ അതുവരെ സമരം ചെയ്ത മുഴുവൻ ആൾക്കാരോടും നന്ദി പറഞ്ഞ ആ സമരത്തിൽ നിന്നും പിൻവാങ്ങണം, സമരം ഇനി തുടരരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടാകാതെ പിന്നെയും ഒരു 2-3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ തുടർ നടപടികൾ എന്തായി എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി വാങ്ങിവെച്ച പേപ്പർ അതുപോലെ ആ മേശപ്പുറത്ത് തന്നെയായിരുന്നു ഇരുന്നത്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ഒരു നിർദ്ദേശവും ഈ CBI അന്വേഷണവുമായി നൽകിയിട്ടില്ല എന്ന ഒരു റിപ്പോർട്ട് തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും ഇതിൻ്റെ നീതി തേടിയുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകേട്ട് പറ്റിക്കപ്പെട്ടു പോയി എന്ന, ചതിക്കപ്പെട്ടു പോയി എന്ന ഒരു നിരാശയോടുകൂടി തന്നെ വീണ്ടും ചില വാതിലുകളിൽ മുട്ടുന്നു. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് പോകുന്നു, V മുരളീധരൻ്റെ അടുത്തേക്ക് പോകുന്നു, പ്രകാശ് ജാവദേക്കറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ തനിക്കറിയാവുന്ന, തന്നെ രക്ഷിക്കുമെന്നറിയുന്ന എല്ലാവരുടെ വാതിലുകളിലും മുട്ടി അദ്ദേഹം വീണ്ടും ഇതിൻ്റെ CBI അന്വേഷണം എന്ന നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിലാണ് വീണ്ടും ഇതിലൊരു ആ കുടുംബത്തിൻ്റെ ശബ്ദം ഇനിയും ഉയർന്നാൽ രാഷ്ട്രീയമായി സർക്കാരിന് ദോഷം ചെയ്യും, രാഷ്ട്രീയമായി CPM-ന് അത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രി വീണ്ടും അതിൻ്റെ പേപ്പറുകൾ CBI-യിലേക്ക് കൈമാറാൻ വേണ്ടി തയ്യാറാകുന്നു. ഇത് വൈകിപ്പിച്ചു എന്ന പേരിൽ ഒരു സസ്പെൻഷൻ നാടകം തന്നെ ഉണ്ടാകുന്നു. ആ ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തുന്നു. പക്ഷേ അതിനപ്പുറവും അദ്ദേഹം ഇന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലാണ് ഒരു റിപ്പോർട്ട് CBI-ക്ക് നടത്തുന്നത്. തനിക്കിതിൽ മറ്റു കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും താൻ അന്വേഷിക്കുമ്പോൾ താൻ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒക്കെ തന്നെ പറ്റിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്ന് തനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് താൻ ഇനി മുഖ്യമന്ത്രിയെ കാണുന്നതിലേക്കായി പോകുന്നില്ല. താൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു സമരവുമായി തന്നെ പോകുന്നുണ്ട്, തൻ്റെ വായടപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ സിദ്ധാർത്ഥൻ്റെ മരണസമയം നടക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്നു. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ കുടുംബം ഏതെങ്കിലും തരത്തിലൊരു സമരവുമായി മുന്നോട്ട് വന്നാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു തിരിച്ചടിവ് കേരളത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ കുടുംബത്തെ സമീപിക്കുന്നു. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അഭ്യർത്ഥന പ്രകാരം CBI-യിലേക്ക് എന്ന കുടുംബത്തിൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് ഒരൊറ്റ വാക്കിൽ മറുപടി നൽകി അദ്ദേഹം ആ കുടുംബത്തിൻ്റെ വായടപ്പിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ആ പ്രചരണത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആ വാങ്ങിവെച്ച പേപ്പർ അതുപോലെ ഇരിക്കുകയും ആ കുടുംബത്തിനോട് ഒരു തരത്തിലുള്ള നീതി പുലർത്തുകയും ചെയ്തില്ല എന്ന യാഥാർത്ഥ്യബോധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉറച്ച നിലപാടിൽ പറയുന്നത് ഇനി താൻ പോകുന്നത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രിയുടെ പഞ്ചാര വാക്കുകൾ കേൾക്കുന്നതിലേക്ക് വേണ്ടിയായിരിക്കില്ല. താൻ തൻ്റെ കുടുംബവും തൻ്റെ മകൻ്റെ നീതി തേടിയുള്ള വലിയ പ്രതിഷേധത്തിലേക്ക്, സമരത്തിലേക്ക്, വലിയ പോരാട്ടത്തിലേക്കായിരിക്കും ആ ക്ലിഫ് ഹൗസിൻ്റെ പടിവാതിക്കലിലേക്ക് എത്തുക. അവിടെ ഉണ്ടാകുന്ന സമരം ഞാൻ അപ്പോൾ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. തനിക്ക് ആ ക്ലിഫ് ഹൗസിന് മുമ്പിൽ ഇരിക്കാൻ തോന്നിയാൽ ഇരിക്കും, കിടക്കാൻ തോന്നിയാൽ കിടക്കും, നിരാഹാരമടക്കമുള്ള സമരങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന വലിയ
പ്രഖ്യാപനം അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ആ അച്ഛൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ രക്ഷിതാക്കളുടെ മനസ്സാണ്, അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ തന്നെ മനസ്സാണ്. തൻ്റെ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവർക്കൊരു ജീവിതം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ അവരെ പറഞ്ഞയക്കുമ്പോൾ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് എത്രമാത്രമാണ് അവർ സുരക്ഷിതമായി പഠിച്ചു പുറത്തേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നു എന്ന കേരളത്തിൻ്റെ രക്ഷിതാക്കളുടെ മനസ്സ്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ചോദ്യമാണ് അച്ഛൻ എന്ന് ഉന്നയിക്കുന്നത്. ചില ഉന്നതമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ നേതാക്കൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ SFI പോലുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ ക്യാമ്പസിനകത്തേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുമ്പോൾ ആ അക്രമങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നു, കുടപിടിക്കുന്നു, മൗനാനുവാദം നൽകുന്നു. എന്തിനാണ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥി പോലും അല്ലായിരുന്നിട്ട് മാർഷോ ആ ക്യാമ്പസിനകത്തേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരുന്നത്? നിരന്തരമായി ആ ക്യാമ്പസിനകത്തേക്ക് തന്നെ മകനെ പോലുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത അക്രമങ്ങളിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത്, അവിടെ നിന്നുമുള്ള ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടും നടപടികൾ സ്വീകരിക്കാതെ പോലീസ് അന്വേഷണത്തിൽ അവിടെ പെൺകുട്ടികൾ അടക്കം പ്രതികളാണ് എന്ന് പറഞ്ഞിട്ടും ആ പ്രതികളെ ഒന്നും തന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്തിനാണ് എന്നതാണ് ആ കുടുംബം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ആ കുടുംബം ഇനി തെരുവിലേക്ക് ഇറങ്ങുകയാണ്, തൻ്റെ മകന്റെ നീതിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തി, പ്രതിഷേധത്തിന്റെ മുഷ്ടി ചുരുട്ടി ആ അച്ഛനും കുടുംബവും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉമേഷ്, യെസ്, എന്തായാലും ഇങ്ങനൊരു ഗതി ഇനി കേരളത്തിൽ ഒരു പിതാവിനും ഉണ്ടാകാതിരിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ അന്ന് മുഖ്യമന്ത്രി ഓഫീസ് വിട്ടിറങ്ങിയ അതേ അച്ഛന് തന്നെയാണ്, പിതാവിന് തന്നെയാണ് തന്നെ ചതിക്കുകയായിരുന്നു സർക്കാർ എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഗുരുതര ആരോപണങ്ങളാണ് ജയപ്രകാശ് മുന്നോട്ട് വെച്ചത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്ക് ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. CPMുമായി ബന്ധപ്പെട്ട ഉന്നതരാണ് വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നത്, പ്രതികളായവരെ സംരക്ഷിക്കുന്നത്, അവർക്ക് ചിറകൊരുക്കി തണലൊരുക്കുന്നത് MM മണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ജയപ്രകാശ്. മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി താനും കുടുംബവും എത്തുകയാണ് എന്നൊക്കെ പറയേണ്ട സാഹചര്യത്തിലേക്ക്, മകൻ മരിച്ച് 41 ദിവസം പൂർത്തിയാകുമ്പോൾ ഒരു പിതാവിന് അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാം. അത്തരം അവസ്ഥയിലേക്ക് ഇനി ഒരിക്കലും എത്താതെ ഒരാൾക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഒപ്പം ജയപ്രകാശിന് നീതി ലഭിക്കട്ടെ.